ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വീടൊക്കെ ഒരുക്കി കാത്തിരുന്ന നമ്മുടെ പുണ്യ റമദാൻ എത്തിയില്ലേ. ഇന്നിപ്പോൾ 2 അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വിശേഷമല്ല, ഒന്നാമത്തെ വിശേഷമൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല തിരക്കുള്ള ടൈമാണിപ്പോൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണാൻ പറ്റിയെന്നൊന്നും വരില്ല, എന്നാലും മാക്സിമം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പത്തിരി ചുടുകയാണ് കേട്ടോ. അപ്പോൾ റമദാന് നമ്മൾ പത്തിരി എന്തായാലും നിർബന്ധമായിട്ട് ചുടും, അത് മടി പിടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും വേഗം എളുപ്പമുള്ളൊരു പണിയായി തോന്നും കേട്ടോ, പത്തിരി വരത്തലും ചുടലൊക്കെ. അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ അതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്കൊരു കറി, ബീഫ് കറി ആട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ്. കറി കുറച്ച് തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ, കുറച്ച് കൂടുതലായാലും ബാക്കി വന്നാലും പിന്നെ പിറ്റേ ദിവസത്തൊക്കെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പിന്നെ നമ്മൾ അത്താഴത്തിന് എണീറ്റാലും ആ കറിയൊന്നും കൂട്ടിയിട്ട് ചോറ് കഴിക്കാനൊന്നും പറ്റില്ല. കടി ഇവിടെ പിന്നെ അത്താഴത്തിനും എല്ലാവരും ചോറ് തന്നെ കേട്ടോ കഴിക്കുക, കടിയൊന്നുമല്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്കുള്ളതാ തേങ്ങ അരക്കാനുള്ളതാണ്. അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടല്ല, വെറുതെ പച്ച തേങ്ങയാണ് കേട്ടോ അരക്കണത്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം ചിരകി പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചിരകി ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോന്നൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷീണിച്ച് നിൽക്കുന്ന ടൈമല്ലേ. അപ്പോൾ നമ്മൾ തന്നെയല്ലേ വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്യും വേണ്ടേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഓരോന്നൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണികളൊക്കെ ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് തന്നെ ഉണ്ടാവും. മറ്റേത് നമ്മൾ ബീഫൊക്കെ കൊടുന്ന അതിലേക്കുള്ള ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തൊലിച്ചിരിക്കേണ്ട ആ ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാം. ഇങ്ങനെയൊക്കെ തൊലിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഇതായിക്കുള്ള തേങ്ങയും സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ പത്തിരിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് പത്തിരി കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ഞാൻ തേങ്ങ അരച്ചെടുക്കണം. നമ്മൾ തേങ്ങയ്ക്ക് കുറച്ച് ഇതിട്ടിട്ടുണ്ട് കേട്ടോ, വലിയ ജീരകം ഇട്ടിട്ടാണ് അരക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി ഇടണം, ചെറിയ ഉള്ളി ഇടണം. അപ്പോൾ ചെറിയ ഉള്ളി എടുത്ത് കൊണ്ടുവരാൻ ടൈം ലൈറ്റല്ല, അതൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തണ്ടല്ലോ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളിയും ജീരകവും 2 മണി കുരുമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയില്ലാത്ത കാരണം തേങ്ങ അരക്കുമ്പോൾ അതിൽ കൂടെ അരക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാനിതാ കരണ്ട് അടുപ്പിൽ കുക്കറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നല്ലോണം ചൂടായതിന് ശേഷം കുറച്ച് ഓയിലിട്ട് കൊടുത്തിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയൊരു കുറുമ രീതിയിലുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് കുറുമ എന്ന് പറയും. അങ്ങനെ ഇതായിട്ടുള്ള പച്ചമുളകും ഉള്ളി ഒക്കെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കറിവേപ്പിലയും. അപ്പോൾ ഗ്യാസിൽ വെക്കണം. പക്ഷേ പിന്നെ ഇപ്പോൾ നമുക്ക് നോമ്പൊക്കെ ആയാൽ ഗ്യാസിന് നല്ല ചിലവല്ലേ, പത്തിരി ചുടാനും ഒക്കെ ഗ്യാസിലാകുമ്പോൾ കുറേ ടൈം ആവില്ലേ. അപ്പോൾ പരമാവധി ഞാൻ കറിയും ചായയും അതുപോലെ വേറെ എന്തെങ്കിലും ചോറും കറി അതൊക്കെ അധികം കറണ്ട് അടുപ്പ് തന്നെയാണ് കേട്ടോ വെക്കുക. ഗ്യാസിൽ പരമാവധി ഗ്യാസ് ഇങ്ങനെ ലാഭിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇടയിൽ വെച്ചിട്ട് ഗ്യാസ് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അന്നത്തെ ദിവസം തന്നെ പോക്കാം കേട്ടോ. ഗ്യാസ് ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇതാ ഉള്ളിയും ഒക്കെ വാടിയിട്ടുണ്ട്. ഇനി കിഴങ്ങും മുറിച്ച് വെച്ചിട്ടുണ്ട്, തക്കാളിയും ഒക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി അവിടെ അതൊക്കെ ഞാൻ സെറ്റാക്കി പൊടികളൊക്കെ ഇട്ടൊന്ന് കുക്കറിൽ വേഗം അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയൊക്കെ അരച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. സിമ്പിൾ കറിയാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ഉള്ളി അതുപോലെ തന്നെ മല്ലിയില ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് എണ്ണക്കടി ബ്രെഡ് പോക്കറ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ ബ്രെഡ് പോക്കറ്റ് കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാൻ ബീഫ് ആയതുകൊണ്ട് ഇടുന്നില്ല കേട്ടോ. ബീഫ് അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ ഇവിടെ ഉള്ളവർക്ക്. അപ്പോൾ ഞാൻ ഇതന്നെ ഇട്ടിട്ടുള്ളൂ, വെറും പച്ചക്കറി മാത്രമായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു ചോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പുതിയതാണ്. ഇത് നല്ല സൂപ്പർ തന്നെയാണ് കേട്ടോ, അടിപൊളിയായിട്ട് നല്ല കട്ടിയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറേ മുന്നേ ഒന്നുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ടയറിട്ട് വലിച്ചിട്ട് ഇങ്ങനെ ചോപ്പിയില്ല, അതായിരുന്നു അത്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറേ മുന്നേ അത് പൊട്ടിപ്പോയി. അതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഒരെണ്ണം ഇപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണികൾ വരുമ്പോൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പാത്രത്തേക്ക് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ കുറച്ച് ഇത്രയും മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും വെച്ചിട്ടില്ല. ഇതന്നെ ചിലപ്പോൾ ബാക്കിയാകും. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളവും ചായയും എണ്ണക്കടിയും ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പത്തിരിയും കറിക്കൊന്നും അധികം പൂതി ഉണ്ടാവില്ലല്ലോ അല്ലേ. അങ്ങനെ ഇതാ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വെജിറ്റബിൾക്കും
സോസ് ഉണ്ടാക്കണം, സോസല്ല സോറി മയോണൈസ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത് ഇതിപ്പോൾ എന്തായാലും റെഡിയായി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതൊക്കെയുള്ള വെജിറ്റബിൾക്കുള്ള മയോണൈസ് ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇപ്പോൾ കുറച്ചൊരു ലൂസിലാണ്, കാരണം കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ആ ഓയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതിനനുസരിച്ചാണല്ലോ കട്ടിയാവുക. അപ്പോൾ ഒരുപാട് ഓയിൽ വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് മാത്രമേ കേട്ടോ. അപ്പം മയോണൈസിൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്നിതിൽ ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ആക്കി വെക്കട്ടെ. അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരുമുളക് പൊടി ഇടുമ്പോഴാണ് അതിൻ്റെ രസം കിട്ടുക. പിന്നെ ചിലവർ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതാണ്. ഇവിടെ അത് വേണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബ്രെഡ് പോക്കറ്റിലാകുമ്പോൾ ചിക്കനൊക്കെ ചില്ലിയാക്കി ഇടാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചിലർ സോയാ സോസ് ഒഴിക്കണ കാണാം, അതുപോലെ ചില്ലി സോസും ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കട്ടെ. അതും ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഞാനിവിടെ ഇത് മാത്രമാണ് കേട്ടോ മയോണൈസ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടിരിക്കട്ടെ. നമുക്കിനി ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കാണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ കണ്ടാൽ പിന്നെ അവർക്കൊന്ന് ഭയങ്കര താല്പര്യമാവും കേട്ടോ. നോമ്പിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നല്ല ഇഷ്ടം. പക്ഷെ അത് ആ ടൈം ആകുമ്പോഴൊന്നും കഴിക്കാനൊന്നും വലിയൊരു ഉഷാറുണ്ടാവില്ല. വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് മതിയാകും. ഇനിയിപ്പോൾ ചൂടുമല്ലേ, ചൂട് കൂടുതലാകുമ്പോൾ എല്ലാവർക്കും വെള്ളത്തിന് തന്നെയാണ് ആവശ്യം ഉണ്ടാവുക. അങ്ങനെ ഇതാ ബ്രെഡിൻ്റെ കോട്ടിങ്ങൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയതിൻ്റെ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അത് ഞാൻ കളഞ്ഞില്ല കേട്ടോ. അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ലൂസായ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാനിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ മുട്ടയിലേറെ നല്ല കോട്ടിങ് കിട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ അധികം ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഈ മുട്ട ആകുമ്പോൾ ചിലപ്പോൾ ബ്രെഡ് ഉള്ളിലേക്ക് എണ്ണയൊക്കെ കയറാൻ സാധ്യത ഉണ്ട്. ഇതുപോലെ കുറച്ച് മൈദ അങ്ങനെ കലക്കിയിട്ട് മുട്ടയും കൂടി ആകുമ്പോൾ ഉള്ളിലേക്ക് ഇതിൻ്റെ കോട്ടിങ്ങൊന്നും ഇത് കയറിപ്പോവില്ല കേട്ടോ. എണ്ണയൊന്നും പൊരിക്കണ ടൈമിൽ എണ്ണ അങ്ങോട്ട് കയറി പോവില്ല. അപ്പോൾ ഞാനൊരു 5 എണ്ണം കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ 5 എണ്ണത്തുമ്പോൾ തന്നെ നമുക്കൊരു 10 പീസ് ഉണ്ടാക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമല്ലോ, ഒന്നും വന്ന് 2 പീസ് അങ്ങനെ 10 പീസാക്കിയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. പൊരിച്ചെടുക്കുമ്പോൾ അധികം തീ വെക്കരുത്, കരിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പെട്ടെന്ന് കരിയും കേട്ടോ. വേഗം ആ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകില്ല. അപ്പോൾ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മൾ കുറച്ച് ചെറുതായിട്ടൊന്ന് സ്ലിം ആക്കിയിട്ട് നല്ലോണം ഒന്ന് 2 സൈഡും മറിച്ചിട്ടിട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തായാലും ബാങ്ക് കൊടുക്കാൻ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സാവധാനം നമ്മൾ എന്തൊരു കാര്യം വേഗം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആകെ കടന്ന് കൊട്ടിപ്പെടേണ്ട ആവശ്യമില്ല. ആകെ തിരക്കാവേണ്ട ആവശ്യമില്ല. ഒക്കെ ടൈമിൽ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം അല്ലേ. ബാങ്ക് കൊടുക്കുന്നതും കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചൊല്ലിയും പറഞ്ഞും ഇരിക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഫ്രൂട്ട്സ് വത്തക്ക കേട്ടോ, തണ്ണിമത്തം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചിക്കു ജ്യൂസാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇതിൻ്റെ മാംഗോൻ്റെ ടാങ്ക് പൊടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കുറച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ചിക്കു ഒക്കെ ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാഹം ഉണ്ടാവുമല്ലോ, അപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ എന്തെങ്കിലും മക്കളൊക്കെ നോമ്പാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനും നല്ലൊരു ഇഷ്ടമാണല്ലോ അല്ലേ. ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് എല്ലാതും എനിക്കിങ്ങനെ ഉണ്ടാക്കുക ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ തട്ടിക്കൂടി ഉണ്ടാക്കും. ഇന്നിപ്പം ഫസ്റ്റ് നോലുമ്പല്ലേ, അപ്പോൾ എല്ലാതും ഒക്കെ ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നാലും അധികം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണം കേട്ടോ. ഒരു എണ്ണക്കടി തന്നെ കേട്ടോ, ഒരു കടി. പിന്നെ ഒരു ചായ ഇവിടെ ഉണ്ടാക്കില്ല കേട്ടോ, ചായ ഇഷ്ടമല്ല. നോലുമ്പിന് നമ്മൾ അത്താഴത്തിന് എണീക്കൂല, അപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കും. അതും പാൽ ചായ ആണെങ്കിൽ മാത്രമേ കുടിക്കുള്ളൂ, കട്ടൻ കുടിക്കൂല കേട്ടോ. അപ്പോൾ വൈകിട്ടായാലും ചായ ഇഷ്ടമല്ല കേട്ടോ, വെള്ളമോ തരി അങ്ങനത്തെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതോ ഇഷ്ടമുള്ളൂ മക്കൾക്ക്. ചായ അതുകൊണ്ട് എനിക്ക് വെക്കേണ്ട ആവശ്യമില്ല. ചിലവർക്ക് ചായ ആവും വേണ്ടതില്ലേ, ഇവിടെ നേരെ തിരിച്ചാണ്, ഇവിടെ വെള്ളം മതി. അപ്പോൾ അതാ നമ്മുടെ തരിയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബ്രെഡ് പോക്കറ്റൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഒരുക്കാനുള്ള സമയം
ടൈമായിട്ടോ, സമയം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാങ്ക് കൊടുക്കാൻ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു, കാക്കും മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മോന് ഭയങ്കര ഉഷാറിലാട്ടോ, അവനെന്താ അറിയില്ല ഇന്നലെ ഫുള്ള് നോലുമ്പ് ആദ്യമായിട്ട് ഇന്നാണ് കേട്ടോ ഫുള്ളായിട്ട് നോറ്റത്. ആൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് അരയായിട്ടും ഹാഫായിട്ടും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ എന്തായാലും ആൾ ഫുള്ളായിട്ട് തന്നെ ഉഷാറായിട്ടൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ അതാ ഒക്കെ ഒരുക്കുകയാണ്, എല്ലാവരും കൂടെ എടുത്ത് വെക്കലും ഒക്കെ കഴിഞ്ഞിക്കണം. മക്കളൊക്കെ അതാ അവിടെ വന്നിട്ടുണ്ട്. ചെറിയവനാണ് കേട്ടോ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾ ഗ്ലാസ് കൊണ്ടുവെക്കലും ഫ്രൂട്ട്സ് കൊണ്ടുവെക്കലും ഒക്കെ എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്യലൊക്കെ ഓനാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാതും ഇതാ ഒരുക്കി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കുക, നമുക്ക് നോമ്പ് തുറക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാം നോമ്പ് വിശേഷം ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാലോ ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.